بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الكريم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരന്മാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോയാൽ അവർക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച്, ഭൗതികമായി അവർക്കുണ്ടായേക്കാവുന്ന നേട്ടങ്ങളും ആത്മീയമായി അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ പോകുന്ന പാരത്രികമായ അതിരും എതിരുമില്ലാത്ത പ്രതിഫലത്തെക്കുറിച്ചുമാണ് നമ്മൾ വിശദീകരിച്ചത്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ അങ്ങനെ ശിരസാവഹിച്ചുകൊണ്ട് പുറപ്പെടുന്ന ആളുകൾ അവർ ലക്ഷ്യത്തിലെത്തുന്നതിന് മുൻപ് തന്നെ മരണം വരിക്കുകയാണെങ്കിലും അല്ലാഹു ഫഖദ് വഖഅ അജ്റഹു അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രതിഫലം നൽകും എന്ന സന്തോഷ വാർത്തയും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ ഖറജ ഹാജ്ജൻ ഫമാത കുത്തിബ ലഹു അജ്റുൽ ഹാജി ഇലാ യൗമിൽ ഖിയാമ. ഒരാൾ ഹജ്ജ് ചെയ്യാനായി പുറപ്പെടുന്നു, അതിനിടയിൽ അത് പൂർത്തിയാക്കാനാവാതെ അവൻ മരണപ്പെടുകയാണെങ്കിൽ അന്ത്യദിനം വരെ അവന് ആ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം അവന് വേണ്ടി രേഖപ്പെടുത്തുമെന്നാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്. ഒമൻ ഖറജ മുഅ്തമിറൻ, ഒരാൾ ഉംറ ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നു, ഫമാത, അങ്ങനെ അവൻ അത് പൂർത്തിയാക്കാനാവാതെ വഴിയിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ കുത്തിബ ലഹു അജ്റുൽ മുഅ്തമിരി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ ഉംറ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ പ്രതിഫലമായിരിക്കും അവന് ലഭിക്കുക. വമൻ ഖറജ ഗാസിയൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനായി ഒരാൾ പുറപ്പെടുകയും ഫമാത, അങ്ങനെ അതിനിടയിൽ അവൻ മരണപ്പെടുകയും ചെയ്താൽ കുത്തിബ ലഹു അജ്റുൽ ഗാസി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ ആ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ പ്രതിഫലം അല്ലാഹു അവന് രേഖപ്പെടുത്തും. കാരണം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചോ, എന്ത് നിയ്യത്താണോ നമ്മുടെ മനസ്സിലുള്ളത്, അതിനനുസരിച്ച് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രതിഫലം നൽകുമെന്നാണ്. ഇനി തുടർന്നുള്ള 2-3 വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ നിർബന്ധമാക്കിയിട്ടുള്ള നമസ്കാരം, അത് യാത്രാവേളയിലുള്ളതും അതേപോലെ തന്നെ പേടിയുടെ അവസ്ഥയിലുമുള്ള നമസ്കാരം എങ്ങനെ നിർവഹിക്കാമെന്നതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് നൽകുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ ളറബ്തും ഫിൽ അർളി ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറൂ മിനസ് സ്വലാത്തി ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുൽ ലദീന കഫറൂ ഇന്നൽ കാഫിരീന കാനൂ ലക്കും അദുവ്വൻ മുബീനാ. وإذا كنت فيهم فأقمت لهم الصلاة فلتقم طائفة منهم معك وليأخذوا أسلحتهم فإذا سجدوا فليكونوا من ورائكم ولتأت طائفة أخرى لم يصلوا فليصلوا معك وليأخذوا حذرهم وأسلحتهم ود الذين كفروا لو تغفلون عن أسلحتكم وأمتعتكم فيميلون عليكم ميلة واحدة ولا جناح عليكم إن كان بكم أذى من مطر أو كنتم مرضى أن تضعوا أسلحتكم
وخذوا حذركم إن الله أعد للكافرين عذابا مهينا فإذا قضيتم الصلاة فاذكروا الله قياما وقعودا وعلى جنوبكم فإذا اطمأننتم فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا. നമസ്കാരം ഖസ്റാക്കി നമസ്കരിക്കുന്നതിനെക്കുറിച്ച്, അതുപോലെ തന്നെ യുദ്ധസന്ദർഭങ്ങളിൽ ഖൗഫിൻ്റെ സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള നിയമങ്ങൾ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രാവേളയിലായിരുന്നെങ്കിൽ യുസല്ലി ളുഹ്റ വൽ അസ്റ വൽ ഇശാ റകഅത്തൈൻ. യാത്രയിൽ നബി ളുഹ്ർ നമസ്കാരം, അസ്ർ നമസ്കാരം, ഇശാ നമസ്കാരം എങ്ങനെയായിരുന്നു നമസ്കരിച്ചിരുന്നത്? ഖസ്റാക്കി ഈ രണ്ട് റക്അത്തായിട്ടായിരുന്നു നമസ്കരിച്ചിരുന്നത്. സുബഹി പിന്നെ 2 തന്നെ, മഗ്രിബോ അത് പിന്നെ ചുരുക്കാനില്ല, അത് 3 തന്നെയാണ്. നബി തിരുമേനിയെ പോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, വസായിറു സഹാബ, മറ്റു സഹാബത്തുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു നമസ്കരിച്ചിരുന്നത്. ഇമാം ബുഖാരി, മുസ്ലിം റഹിമഹുമുല്ലാ അവരെല്ലാം ഈ സംഭവം വിശദമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ റസൂലിൻ്റെ കൂടെ കഴിഞ്ഞുകൂടി. ഫക്കാന ഫിസ്സഫർ, അതൊരു യാത്രയിലായിരുന്നു. ലാ യസീദു അലാ റക്അത്തൈനി, നബി യാത്രയിലായിരിക്കുമ്പോൾ 2 റക്അത്തിലധികം നിസ്കരിക്കുകയുണ്ടായിരുന്നില്ല. അബൂബക്കർ, ഉമർ, ഉസ്മാൻ റളിയല്ലാഹു അൻഹും അവരെല്ലാവരും തങ്ങളുടെ ജീവിതകാലങ്ങളിൽ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ചില കാരണങ്ങളാൽ ചുരുക്കാതെ പൂർത്തിയായി നമസ്കരിച്ചിരുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടുണ്ട്. ഇതാണ് യാത്രയിലെ നമസ്കാരത്തെക്കുറിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം വന്നിട്ടുള്ളത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, ഫുരിളത്തിസ് സ്വലാത്തു റക്അത്തൈനി, നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്നത് ആദ്യകാലങ്ങളിലൊക്കെ അവർ നമസ്കരിച്ചിരുന്നത് ഈ രണ്ട് റക്അത്തുകളായിക്കൊണ്ട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ സന്ദർഭത്തിൽ, മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ, സീദ ഫി സ്വലാത്തിൽ ഹളർ വ ഉഖിറത്ത് സ്വലാത്തു സഫർ എന്നാണ്. നാട്ടിലുണ്ടാകുമ്പം നമസ്കരിക്കേണ്ട റക്അത്തുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുകയും യാത്രാവേളയിലെ നമസ്കാരം നേരത്തെ ഉള്ളതുപോലെ തന്നെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. മദീനയിലേക്ക് പോകാൻ നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നത് എപ്പോഴാണ്? മിഅ്റാജിൻ്റെ സന്ദർഭങ്ങളിലാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശാരോഹണം നടത്തിയ സന്ദർഭത്തിലാണ് നമസ്കാരം നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് റസൂൽ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ നമ്മൾ നമസ്കരിക്കണമെന്നുള്ള കൽപ്പന അവിടുന്ന് നമുക്ക് നൽകിയത്. സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നമസ്കരിച്ചത് അതുപോലെ തന്നെയായിരിക്കണം നിങ്ങളും നമസ്കരിക്കേണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതുകൊണ്ടാണ് അൽ അസ്ലു ഫി സ്വലാ റക്അത്തൈനി എന്നാണ്. നിസ്കാരത്തിൻ്റെ അസ്ല് എത്ര റക്അത്താണ്? റക്അത്തൈൻ, 2 റക്അത്താണ്. സ്വലാത്തു സഫർ റക്അത്താൻ, യാത്രയിൽ 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. വൽ ജുമുഅ റക്അത്താൻ, ജുമുഅ എത്രയാണ്? 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. വൽ ഈദു റക്അത്താൻ, 2 പെരുന്നാൾ നിസ്കാരത്തിന് നിസ്കരിക്കേണ്ടത് 2 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. തമാമുൻ ഗൈറു ഖസ്റിൻ അലാ ലിസാനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാണ് അതിൻ്റെ പരിപൂർണമായ നടപ്പിലാക്കൽ എന്നാണ്. അത് തമാം തന്നെയാണ്. ഈ 2 റക്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തമാമായത് തന്നെയാണ്, പരിപൂർണമായതാണ് എന്നാണ്.
വകാന ഖദ് സഅല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ബാലുന നഖ്സുറു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഇപ്പോൾ നമ്മളിങ്ങനെ ചുരുക്കി നമസ്കരിക്കുന്നത്? ആ സന്ദർഭത്തിൽ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് ഈ ചുരുക്കി നമസ്കരിക്കാൻ നൽകിയിട്ടുള്ള ഇളവ് അത് സ്വദഖത്തുൻ തസദ്ദഖല്ലാഹു ബിഹാ അലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൊരു സ്വദഖയാണ്, അള്ളാഹുവിൻ്റെ ഒരു ധർമ്മമാകുന്നു. അതിനാൽ ഫഖ്ബിലു സ്വദഖത്തഹു, അള്ളാഹ് നിങ്ങൾക്ക് ഇങ്ങനെ സ്വദഖ നൽകിയാൽ എന്ത് ചെയ്യണം? നിങ്ങളത് സ്വീകരിക്കണം. അപ്പോൾ റസൂലിൻ്റെ സുന്നത്ത് യാത്രക്കാരനാണോ എന്ത് ചെയ്യണം? ഖസ്റാക്കണം. അപ്പോൾ നിസ്കാരത്തിൻ്റെ നിയമങ്ങൾ പ്രാഥമികമായി ശരിക്കും നമ്മൾ പഠിക്കണം. ഇപ്പോൾ യാത്രയായാലും ചില ആൾക്കാർ നമുക്കിപ്പോൾ അതിൽ പ്രയാസങ്ങളൊന്നുമില്ലല്ലോ, എന്ത് ചെയ്യാം? മുഴുവനായിട്ട് തന്നെ നിസ്കരിക്കാം. റസൂൽ യാത്രക്കാരനാണോ? യാത്ര ചെയ്യുകയാണെങ്കിൽ റസൂൽ ഖസ്റാക്കിയിട്ടല്ലാതെ നമസ്കരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അള്ളാഹ് തരുന്ന സ്വതക്ക നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? അതിൽ നമുക്ക് ഖസ്റാക്കി തന്നെ നമസ്കരിക്കാം എന്നാണ്. നീ ഉമയ്യത്ത് ബിൻ ഖാലിദ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, ഇന്നാ നജിദു സ്വലാത്തൽ ഹദരി വ സ്വലാത്തൽ ഖൗഫി ഫിൽ ഖുർആൻ. അദ്ദേഹം ഇങ്ങനെ ചോദിക്കുകയാണ് അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട്, നാട്ടിൽ നിന്ന് എങ്ങനെ നമസ്കരിക്കണമെന്നും അതേപോലെ തന്നെ സ്വലാത്തുൽ ഖൗഫ്, ഈ ആയത്തിൽ നമുക്ക് പഠിക്കാറില്ല കേട്ടോ, സ്വലാത്തുൽ ഖൗഫ് നമ്മൾ പഠിക്കണം. യുദ്ധസന്ദർഭത്തിൽ ഭയപ്പാടുണ്ടാകുമ്പോൾ എങ്ങനെ നമസ്കരിക്കണമെന്നൊക്കെ ഖുർആനിൽ നമ്മൾ കാണുന്നുണ്ട്. വലാ നജിദു സ്വലാത്ത സഫർ ഫിൽ ഖുർആൻ, എന്നാൽ യാത്രാവേളയിൽ എങ്ങനെ നമസ്കരിക്കണമെന്ന് ഖുർആനിൽ നമ്മൾ കാണുന്നില്ലല്ലോ. ഞാൻ ഈ സ്വലാത്തു റുബാഇയ റക്അത്തൈൻ, അതായത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 നിസ്കാരം 2 ചുരുക്കുന്നത് എവിടെ? ഖുർആനിൽ കാണുന്നില്ലല്ലോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടി എന്താണ്? യാ അഖി, സഹോദര, ഇന്നല്ലാഹ ബഅസ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബിയെ നിയോഗിച്ചത് എന്തിനു വേണ്ടിയാണ്? വലാ നഅലമു ഷൈഅൻ, നമുക്കൊന്നും അറിയില്ലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിപ്പിക്കുന്നതിന് മുമ്പ്. ഫഇന്നമാ നഫ്അലു കമാ റഅയ്നാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഫ്അൽ. അപ്പോൾ ഈ വിഷയത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ചെയ്തത് അതാണ് നമ്മളും ചെയ്യുന്നത്. ഇതിലൊക്കെയുള്ള സംശയങ്ങൾ തീർത്ത് പഠിച്ചു പോകണം. നിസ്കാരത്തിൻ്റെ കാര്യം പോലും നമുക്ക് വിഷയം അറിയില്ല എന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം 5 ദിവസം നേരാണ് ഒരു ദിവസം നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനി ഓരോ മദ്ഹബിൻ്റെ ഇമാമുകളുടെ അഭിപ്രായം വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ അതിലേക്ക് പ്രവേശിക്കേണ്ടതില്ല, ഒരുപാടുണ്ട്. അപ്പോൾ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ് നമ്മൾ ഇത്തിബാ ചെയ്യേണ്ടത് ഈ വിഷയത്തിലെല്ലാം. ശരിക്ക് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ് യാത്രയിൽ അവിടുന്ന് എങ്ങനെയാണ് ജമ്മാക്കുന്നതും ഖസ്റാക്കുന്നതും എന്ന് കൃത്യമായി സഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹജ്ജ് യാത്ര എന്ന് പറഞ്ഞാൽ ഏകദേശം റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അവസാന യാത്ര തന്നെയാവും അല്ലേ? ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം മാസങ്ങൾ മാത്രമാണ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അപ്പോൾ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽ സുപ്രധാനമായ ആരാധനാകർമ്മമായ ഹജ്ജ്, ഖുദൂ അന്നി മനാസിക്കക്കും, എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ അത് കൃത്യമായി അവരെ പഠിപ്പിച്ചു, ചെയ്ത് കാണിച്ചു കൊടുത്തു. അതിൽ തന്നെ നമ്മൾ നിർവഹിക്കുന്ന ആരാധനാകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും മഹത്തരവുമായ നമസ്കാരം യാത്രാവേളയിൽ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്നും കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് തന്നെ പുറപ്പെട്ടു. ഇഹ്റാമിൽ പ്രവേശിക്കുന്നത് എവിടുന്നാണ്? അവരുടെ മീക്കാത്തായ, മദീനക്കാരുടെ മീക്കാത്തായ ദുൽഹുലൈഫയിൽ വെച്ചാണ്. ഇപ്പോൾ അതിൻ്റെ പേര് അബിയാർ അലി എന്നാണ്. അവിടുന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കരിച്ചുകൊണ്ടാണ് മദീനയിൽ നിന്ന് പുറപ്പെട്ടത്. ദുൽഹുലൈഫയിൽ എത്തിയത്
അവിടുന്ന് റസൂൽ അസ്ർ നമസ്കരിച്ചു കൊണ്ടാണ് പിന്നെ യാത്ര തുടരുന്നത്. മദീനയിൽ നിന്ന് ദുൽഹുലൈഫ വരെ എത്തിയ, അബിയാർ അലി വരെ എത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്നെ അസ്ർ എത്രയാണ് നമസ്കരിച്ചത്? 2 റക്അത്ത്. ഇപ്പോൾ മദീനയിൽ നിന്ന്, അന്ന് ഒട്ടകപ്പുറത്താകുമ്പോൾ കുറച്ചും കൂടി സമയമെടുക്കും, അതേപോലെ തന്നെ അവിടെ യാത്രയ്ക്ക് കുറച്ചും കൂടി പ്രയാസം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ മദീനയിൽ നിന്ന് മീഖാത്തിൽ എത്താൻ ഏകദേശം ഒരു 10-15 മിനിറ്റ് കാറിൽ യാത്ര ചെയ്താൽ മതി. ആ ഒരു ദൂരത്തിൻ്റെ ഇടയിലാണ് റസൂൽ എന്ത് ചെയ്തത്? ഖസ്റാക്കി നമസ്കരിച്ചത്. ഈ ഖസ്റാക്കി നമസ്കരിക്കാനുള്ള ദൂരപരിധി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വസ്വാസ് ഉണ്ടാക്കുന്ന കാണാൻ കഴിയും. അവിടെ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അപ്പോൾ ഇത്ര ദൂരത്തിൻ്റെ ഇടയിൽ റസൂൽ ഖസ്റാക്കി നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ യാത്രക്കാരനാണോ, അയാളുടെ യാത്ര തുടങ്ങിയോ, അയാളുടെ നാട്ടിൽ നിന്ന് അയാൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ വഴിയിൽ നിന്ന് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഖസ്റാക്കി നമസ്കരിക്കാവുന്നതാണ്. മാത്രവുമല്ല, ഈ ദൂരം ഇത്ര കിലോമീറ്റർ, 90 കിലോമീറ്റർ, 86 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള ഈ കിലോമീറ്ററുകളുടെ കണക്ക് പറയുന്ന ഒരു ഹദീസുകളും റിവായത്തുകളും അങ്ങനെ സഹീഹായി പ്രബലമായി വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ സനദുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതൊക്കെ ആണ് ഈ വിഷയത്തിൽ നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ട കാര്യം. മിനയിലായിരിക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് ഓരോ വഖത്തിനും ചുരുക്കി നമസ്കരിച്ചു. ചുരുക്കുക എന്ന് പറയുമ്പോൾ 4 ഉള്ളതേ 2 ചുരുക്കമുള്ളൂ കേട്ടോ. 3 ഉള്ളവർ 2 ഉള്ളവർ പിന്നെ എന്ത് ചെയ്യൂല? ചുരുക്കൂല. അതായത് ളുഹർ, അസ്ർ, ഇശ, അവിടെ ഖസ്ർ വരുന്നുള്ളൂ. മിനയിൽ റസൂൽ കരീം അത് ഓരോ വഖത്തിനാണ്, അവിടെ ജമ്മ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ യാത്രക്കാരൻ നമസ്കരിക്കാം. സൗകര്യം ഉണ്ടെങ്കിൽ ഓരോ വഖത്തിനും ഖസ്റാക്കി നമസ്കരിക്കാമെന്നാണ് അതിൽ നിന്ന് നൽകുന്ന പാഠം. പിന്നെ നബി ദുൽഹജ്ജ് 9 അറഫയിലെത്തിയപ്പോൾ എന്ത് ചെയ്തു? അവിടെ ജമ്മും ഖസ്റുമാക്കി. ളുഹറിൻ്റെ വക്തിൽ അസ്റിനെ മുന്തിപ്പിച്ചുകൊണ്ട്, ജമ്മു തഖ്ദീം എന്നാണ് അതിന് പറയുന്നത്, ഒരു ബാങ്കും 2 ഇഖാമത്തും കൊടുത്തുകൊണ്ട് ആദ്യം റസൂലുള്ളാഹി ളുഹർ 2 റക്അത്ത് നമസ്കരിച്ചു. പിന്നെ ളുഹറിൻ്റെ വക്തിൽ തന്നെ എന്ത് നമസ്കരിച്ചു? അസ്ർ നമസ്കരിച്ചു. യാത്രക്കാരായ നമുക്ക് അങ്ങനെയും ചെയ്യാം. ളുഹറിന് തന്നെ എന്ത് കൂടി ചെയ്യാം? അസ്ർ തന്നെ ചെയ്യാം. അസ്റിന് തന്നെ ചെയ്താൽ പോരെ, വേണ്ട അങ്ങനെ ജമ്മാക്കിയും ചെയ്യാം. അത് ജമ്മു തഖ്ദീമാണ്. പിന്നെ അറഫ കഴിഞ്ഞ് അന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മുസ്ദലിഫയിലേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നു. അറഫയിൽ നിന്ന് സൂര്യാസ്തമനത്തിന് ശേഷമല്ലാതെ പുറപ്പെടാൻ പാടില്ല. സൂര്യൻ അസ്തമിച്ചതിന് ശേഷമേ അറഫയിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ, മുസ്ദലിഫയിലേക്ക്. സൂര്യാസ്തമയം എന്ന് പറഞ്ഞാൽ മഗ്രിബല്ലേ. നമുക്കിപ്പം മഗ്രിബായ ഉടനെ നിസ്കരിക്കണം അല്ലേ? ഷാഫി മദ്ഹബ് പ്രകാരം പിന്നെ ഇത്ര സമയമുള്ളൂ, ഇത്ര പെട്ടെന്ന് നിസ്കരിക്കണമെന്നോ? ഒരാൾക്ക് wudu ചെയ്യാനും ഡ്രസ്സൊക്കെ മാറാനും ഉള്ള ആ സമയം മാത്രമേ മഗ്രിബിനെ പിന്നെ ഉണ്ടാക്കാൻ പാടുള്ളൂ. നമ്മുടെ അവിടെ ബാങ്ക് കൊടുത്തിട്ട് മഗ്രിബിന് എത്ര മിനിറ്റാണ് കൊടുക്കണത്? 5 മിനിറ്റ്. ബാങ്ക് എടുക്കാണ് 5 മിനിറ്റ് കേട്ടോ. അങ്ങനെയാണ്, അധികം സമയമില്ല. അത്ര പെട്ടെന്ന് മഗ്രിബ് നിസ്കരിക്കണം എന്നൊക്കെ നമ്മളെ മനസ്സിൽ. മറ്റൊക്കെ 15 മിനിറ്റ്, സുബൈക്ക് 20-25 മിനിറ്റൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ മഗ്രിബ് ആയാലും അവിടുന്ന് മഗ്രിബ് നിസ്കരിച്ചില്ല നബി. എവിടുന്ന്? അറഫയിൽ നിന്ന് മഗ്രിബ് നിസ്കരിക്കാൻ പാടില്ല. മഗ്രിബ് ആയിട്ടുണ്ട്. അത് ജമ്മു തഖീറാണ്. അവിടെ മഗ്രിബിൻ്റെ വക്തായിട്ടും ബാങ്ക് കൊടുത്തിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മഗ്രിബ് നമസ്കരിക്കാതെ മുസ്ദലിഫയിലേക്ക് യാത്രയാവുകയാണ്. അപ്പോൾ ഒരു യാത്രക്കാരൻ അങ്ങനെയും ചെയ്യാം. മഗ്രിബ് ആയാലും ഒരു യാത്രക്കാരന് എന്ത് ചെയ്യാം? അയാൾക്ക് മഗ്രിബ് നമസ്കരിക്കാതെ ഇശായിൻ്റെ കൂടെ നമസ്കരിക്കാം. ജമ്മു തഖീർ. അപ്പോൾ പിന്തിപ്പിക്കുകയാണ്. ഏതിനെ? മഗ്രിബിനെ ഇശായുടെ വക്തിലേക്ക് പിന്തിപ്പിക്കുന്ന നമസ്കാരം. അറഫയിലാണെങ്കിൽ ജമ്മു തഖ്ദീം. അസ്റിനെ ളുഹറിൻ്റെ വക്തിലേക്ക് മുന്തിപ്പിക്കുന്ന നമസ്കാരം. നമസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഇതോടുകൂടി കംപ്ലീറ്റ് ആയി. അപ്പോൾ റസൂലിൻ്റെ ഹജ്ജ് യാത്രയിൽ, അത് അവസാന കാലഘട്ടത്തിൽ, ഇതിൽ ഇനി ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അവിടുത്തെ ഹജ്ജ് യാത്രയിലും കൂടി അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു.
പിന്നെ വേറെ ഇതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെത്തിയതിന് ശേഷം ഹറമിൽ നിന്ന് തവാഫ് ചെയ്തു, ഉംറ ചെയ്യാൻ വേണ്ടി തവാഫ് ചെയ്തു, സഅയ് ചെയ്തു. റസൂൽ ഖാരീനായിട്ടായിരുന്നല്ലോ ഹജ്ജ് ചെയ്തിരുന്നത്. ഉംറയും ഹജ്ജും ഒരുമിച്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുക, ഖാരീനാണ്. അതിനിടയിൽ തഹല്ലുലാകാതെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തിരുന്നത്. എന്നിട്ട് നബി താമസിച്ച സ്ഥലത്ത് അവിടുത്തെ ടെൻറ്റിലായിരുന്നു പിന്നീട് അവിടെ താമസിച്ച ഹജ്ജിന് വേണ്ടി ദുൽഹജ്ജ് 8 വരെ, ദുൽഹജ്ജ് 8-നാണ് ഹജ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ മക്കയിലെത്തി നബി തൻ്റെ ടെൻറ്റിൽ തന്നെയായിരുന്നു താമസിച്ചത്. അവിടുന്ന് റസൂലുള്ളാഹി ഖസ്റാക്കി അതാത് വക്തിൻ്റെ നമസ്കാരം അതാത് വക്തിൽ തന്നെ ചുരുക്കി നമസ്കരിച്ചിരുന്നതായി ഹദീസിൽ കാണാൻ കഴിയും. പിന്നെ നബിക്ക് ഹറമിൽ വന്നിട്ടില്ല. പിന്നെ നബി എന്ത് ചെയ്തിട്ടില്ല, ഹറമിൽ വന്നിട്ടില്ല. നബി താമസിച്ച സ്ഥലം മുഖസ്സർ എന്ന് പറഞ്ഞ സ്ഥലം അത്ര ദൂരമൊന്നുമല്ല, മുഹസ്സർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ റസൂലിൻ്റെ സുന്നത്തുകളാണ്. അതൊക്കെ വേറെ വിശദമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഏതായാലും ഇത്രയും ആമുഖമായി ഞാൻ പറഞ്ഞത്. ഇനി ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സന്ദർഭത്തിൽ ചോദിക്കണം. വഇദാ ലറബ്തും ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണെങ്കിൽ. ലറബ ഫിൽ അർദ് നമ്മൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. ഭൂമിയിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ ഫലൈസ അലൈക്കും ജുനാഹുൻ, നിങ്ങളുടെ മേൽ കുറ്റമില്ല. അൻ തഖ്സുറൂ മിനസ്വലാ, നിങ്ങൾ നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിന് നിങ്ങളുടെ മേൽ വിരോധമില്ല. ആ നമസ്കാരം ഇൻ ഖിഫ്തും അൻ യഫ്തിനകുമുല്ലദീന കഫറൂ, സത്യനിഷേധികൾ നിങ്ങളെ കുഴപ്പത്തിലാക്കുമെന്ന്. ഫത്തന യഫ്തിനു എന്ന് പറഞ്ഞാൽ എന്താ, കുഴപ്പത്തിലാക്കി, നാശം വരുത്തി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പോൾ സത്യനിഷേധികൾ, അവിശ്വാസികൾ നിങ്ങൾക്ക് നാശം വരുത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നമസ്കാരത്തെ ചുരുക്കി നമസ്കരിക്കുന്നതിന് നിങ്ങളുടെ മേൽ വിരോധമില്ല. ഇന്നൽ കാഫിരീന കാനൂ ലക്കും അദുവ്വൻ മുബീനാ, നിശ്ചയമായും സത്യനിഷേധികൾ നിങ്ങൾക്ക് പ്രത്യക്ഷമായ ശത്രുവാകുന്നു. അപ്പോൾ നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന, നിങ്ങൾക്ക് നാശം വരണം, നിങ്ങൾക്ക് കുഴപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ആളുകളാണവർ. അപ്പോൾ നിങ്ങൾ നിസ്കാരത്തിൽ എന്ത് ചെയ്യാം, ചുരുക്കാം. അപ്പോൾ ശരിക്ക് യാത്രക്കാരുടെ നിസ്കാരം എത്ര റക്അത്താ? ഇനി സ്വലാത്തുൽ ഖൗഫ് ആണെങ്കിൽ അത് എത്ര റക്അത്താ? ഖുർആനിൽ എന്താ പറയുന്നത്? ഖുർആനിൽ എത്ര റക്അത്താണ് നിസ്കരിക്കുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ രൂപമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തത്. ആയത്ത് നോക്കൂ. വഇദാ കുന്ത ഫീഹിം, നബിയെ താങ്കൾ അവർക്കിടയിലായിരിക്കുന്ന സന്ദർഭം. അപ്പോൾ നബി ഇതിപ്പോൾ ഓതുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു പോയി. ഇനിയിപ്പോൾ നിയമം ഇങ്ങനെ നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന എല്ലാ ഇമാമുമാർക്കും ഇത് ബാധകമാണ്. വൈദാ കുന്ത ഫീഹിം, നബിയെ നീ അവർക്കിടയിലായിരിക്കുമ്പോൾ. ഇപ്പോൾ ആരാണോ അങ്ങനെ നിസ്കരിക്കുന്നത് അവർക്കൊക്കെ ഈ നിയമം ബാധകമാണെന്ന് അർത്ഥം. ഫഅഖംത ലഹുമുസ്സലാ, അങ്ങനെ താങ്കൾ അവർക്ക് വേണ്ടി നമസ്കാരം നിർവഹിച്ചു കൊടുക്കുകയാണ് എങ്കിൽ ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക, അവരിൽ നിന്ന് ഒരു സംഘം താങ്കളുടെ കൂടെ വന്ന് നമസ്കാരം നിർവഹിക്കട്ടെ. അപ്പോൾ ശത്രുക്കൾ നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ജാഗ്രത പാലിക്കണം. അവർ നിങ്ങൾക്ക് എതിരിൽ അതിക്രമങ്ങൾ അഴിച്ചുവിടുമോ എന്ന കാര്യത്തിൽ നിങ്ങൾ ജാഗ്രത പാലിക്കണം. എല്ലാവരും നബിൻ്റെ കൂടെ വന്ന് നിസ്കരിക്കാൻ പാടില്ല. ഒരു വിഭാഗം അവരെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം, അവരുടെ നീക്കങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. മറ്റൊരു വിഭാഗം എന്ത് ചെയ്യണം? നബിയെ നിങ്ങളുടെ കൂടെ വന്ന് നമസ്കരിക്കണം. അപ്പോൾ ഇമാമാരാണ്, അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാലഘട്ടത്തിലാണെങ്കിലോ അവർ നിശ്ചയിക്കുന്ന
ആളായിരിക്കും. സർവ്വസൈന്യാധിപനാണെങ്കിൽ ആരാണോ ഇമാമ് അയാളായിരിക്കും. ഫൽതഖും ത്വായിഫത്തും മിൻഹും മഅക, ഒരു സംഘം താങ്കളുടെ കൂടെ വന്ന് നമസ്കരിക്കണം. ആ സന്ദർഭത്തിലും എന്ത് വേണമെന്നോ, വല്യഖുദൂ അസ്ലിഹതഹും, നിസ്കാരത്തിൻ്റെ സമയത്തും അവർ എന്ത് ചെയ്യണം? അവരുടെ ആയുധങ്ങൾ എടുക്കണം. വല്യഖുദൂ, അവർ എടുത്തുകൊള്ളട്ടെ, അസ്ലിഹതഹും, അവരുടെ ആയുധം. സിലാഹ് എന്നതിൻ്റെ ബഹുവചന രൂപമാണെന്ത്? അസ്ലിഹത്ത്. അവരുടെ ആയുധങ്ങൾ അവരെടുക്കട്ടെ. ഫഇദാ സജദൂ ഫൽയകൂനൂ മിൻ വറാഇകും വൽതഅതി ത്വായിഫത്തുൻ ഉഖ്റാ ലം യുസല്ലൂ. ഫഇദാ സജദൂ, അവർ സുജൂദിലേക്ക് പോവുകയാണെങ്കിലോ, ഫൽയകൂനൂ മിൻ വറാഇകും, അവർ താങ്കളുടെ പിന്നിലായി നിൽക്കട്ടെ. അപ്പോൾ എത്ര റക്അത്താ നബിയുടെ കൂടെ അവർ നിസ്കരിച്ചത്? ഒരു റക്അത്ത്. പിന്നെന്ത് വേണം? വൽതഅതി ത്വായിഫത്തുൻ ഉഖ്റാ ലം യുസല്ലൂ, പിന്നെ നമസ്കരിക്കാതെ ശത്രുക്കൾക്ക് കാവൽ നിന്ന ആ വിഭാഗം വരട്ടെ, എന്നിട്ട് അവർ നമസ്കരിക്കട്ടെ. ഫൽയുസല്ലൂ മഅക, അവർ താങ്കളുടെ കൂടെ നമസ്കരിക്കട്ടെ. അവർ നമസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? വൽയഖുദൂ ഹിദ്റഹും, അവരുടെ എല്ലാവിധ സന്നാഹങ്ങളും അവരെടുക്കണം. ഹിദ്ർ എന്ന് പറഞ്ഞാൽ സന്നാഹം. വൽയഖുദൂ ഹിദ്റഹും വഅസ്ലിഹതഹും, അവരും തങ്ങളുടെ ആയുധങ്ങളും സന്നാഹങ്ങളും ഒക്കെ എടുക്കണം. അപ്പോൾ അവരെത്ര റക്അത്ത് നിസ്കരിച്ചു? അവരെത്ര നിസ്കരിച്ചു? ഒരു റക്അത്ത് നിസ്കരിച്ചു. ഇമാമിന് എത്ര റക്അത്ത് കിട്ടി? ഇമാമിന് എത്ര റക്അത്ത് കിട്ടി? 2 റക്അത്ത്. ഇതാണ് സലാത്തുൽ ഖൗഫിൻ്റെ ഒരു രൂപം ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ ഒരു റക്അത്ത് എങ്ങനെ ഭീതിയും പേടിയും ഒക്കെ ഉള്ള സന്ദർഭത്തിൽ എന്ത് നമസ്കരിച്ചാൽ മതി? ഒരു റക്അത്ത് നമസ്കരിച്ചാൽ മതി. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫറളല്ലാഹു സ്വലാ അലാ ലിസാനി നബിയിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കാരം നിങ്ങളുടെ നബിയുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് ഫറളായി നിശ്ചയിച്ചു. ഫിൽ ഹദരി അർബഅൻ, നിങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ എത്ര നിസ്കരിക്കണം? 4 നിസ്കരിക്കണം. വഫിസ് സഫരി റക്അത്തൈനി, അതേപോലെ തന്നെ നിങ്ങൾ യാത്രയിലാകുമ്പോൾ എത്ര റക്അത്ത് നിസ്കരിക്കണം? 2 റക്അത്ത്. വഫിൽ ഖൗഫി റക്അത്ത വാഹിദ, ഇങ്ങനെയുള്ള ഭീതിയും പേടിയൊക്കെ ഉള്ള സന്ദർഭത്തിൽ, യുദ്ധസന്ദർഭത്തിലാകുമ്പോൾ എത്ര നിസ്കരിക്കണം? 1 റക്അത്ത് നമസ്കരിക്കണം. ഇതും സഹീഹായി വന്നിട്ടുണ്ട്. ഫലിഹാദാ ദഹബ ജമാഅത്തും മിന സലഫ് ഇലാ അന്ന സ്വലാത്തുൽ ഖൗഫി യുസല്ലീഹൽ മഅ്മൂമു റക്അത്തൻ ഫഖത്ത് വഹമലഹാ ബഅദുഹും അലാ ശിദ്ദത്തിൽ ഖൗഫ്. ഇങ്ങനെ 1 റക്അത്ത് മാത്രമാണ് നമസ്കരിക്കുന്നത് എന്ന് വരുന്നത് അവരുടെ പേടി അത് അധികമായാലാണ്, ശിദ്ദത്തുൽ ഖൗഫിൻ്റെ സന്ദർഭത്തിലാണ് എന്നൊക്കെയാണ് അതിന് നൽകിയിട്ടുള്ള വിശദീകരണം. വദ്ദല്ലദീന കഫറൂ ലൗ തഗ്ഫുലൂന അൻ അസ്ലിഹതികും വഅംതിഅതികും. വദ്ദല്ലദീന കഫറൂ, സത്യനിഷേധികൾ അവർ ആഗ്രഹിക്കുന്നു, അവർ കൊതിക്കുന്നു. എന്ത്? ലൗ തഗ്ഫുലൂൻ, നിങ്ങൾ അശ്രദ്ധരായിരുന്നുവെങ്കിൽ. എന്തിൽ നിന്ന്? അൻ അസ്ലിഹതികും, നിങ്ങളുടെ ആയുധങ്ങളിൽ നിന്ന്. വഅംതിഅതികും, നിങ്ങളുടെ സാധന സാമഗ്രികളിൽ നിന്ന്. മത്താഴ് എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? അംതിഅത്ത്. സിലാഹ് അസ്ലിഹത്ത്. അതാ നിങ്ങളുടെ ആയുധങ്ങളിൽ നിന്നും നിങ്ങളുടെ മറ്റു സാധന സാമഗ്രികളിൽ നിന്നുമൊക്കെ നിങ്ങൾ അശ്രദ്ധരായിരുന്നെങ്കിൽ എന്ന് ആര് കൊതിക്കുന്നുണ്ട്? സത്യനിഷേധികൾ, നിങ്ങളുടെ ശത്രുക്കൾ കൊതിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ എന്തു ചെയ്യും? ഫയമീലൂന അലൈക്കും മൈലതൻ വാഹിദ, അങ്ങനെ നിങ്ങൾക്ക് നേരെ തിരിഞ്ഞ് ഒരൊറ്റ ആഞ്ഞടി നിങ്ങൾക്ക് നേരെ നടത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. മൈല വാഹിദ എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ, മൈലത്ത് എന്ന് പറഞ്ഞാൽ ആഞ്ഞടിക്കാൻ. നിങ്ങൾ അശ്രദ്ധരായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കെതിരെ
ആഞ്ഞടിക്കുവാനാകുന്നു അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? അവസരമൊരുക്കാൻ പാടില്ല. നിങ്ങൾ ജാഗ്രത പാലിക്കണം. നിങ്ങൾ സദാ ശത്രുക്കളെ നേരിടാൻ സന്നദ്ധരായിരിക്കണം. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഉദാസീനതയും ആ വിഷയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ബാക്കി കാര്യമാണ് എന്ത് ചെയ്യേണ്ടത്? അല്ലാഹു, നമ്മൾ മുഅ്മിനീങ്ങളാണ്, മുസ്ലിങ്ങളാണ്, പഠിച്ചോ നമ്മൾ അങ്ങനെയൊന്നും എന്ത് ചെയ്യൂല, കൈയൊഴിക്കൂല എന്ന് പറഞ്ഞിട്ട് അലസരായി മടിയരായി നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കാൻ പാടില്ല എന്നാണ്. ഏത് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്, യുദ്ധത്തിൻ്റെ കാര്യത്തിലൊന്നല്ല. ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് സന്ദർഭങ്ങളിലാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ ആരിൽ നമ്മൾ തവക്കുലാക്കാനും ബരമേൽപ്പിക്കാനും പാടുള്ളൂ? അള്ളാഹുവിൽ തവക്കുലാക്കാനും ബരമേൽപ്പിക്കാനും പാടുള്ളൂ. അപ്പോൾ നോക്കൂ, വലാ ജുനാഹ അലൈക്കും. ഇനി സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ചില സാഹചര്യങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നു. നിങ്ങളുടെ മേൽ കുറ്റമില്ല. ഇൻ കാന ബിക്കും അദം മിൻ മതർ. മഴ മുഖേനയുള്ള വല്ല ശല്യവും നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ. അദം മിൻ മതർ. മതർ എന്താണ്? മഴ. അതാന്ന് പറഞ്ഞാൽ മഴ അധികം ഉണ്ടാകുമ്പോഴുള്ളൊരു പ്രയാസം ഉണ്ടാകുമല്ലോ. സ്വാഭാവികമായും നിങ്ങൾ ആ യുദ്ധയാത്രയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ നിങ്ങളുടെ സാധന സാമഗ്രികളും ആയുധങ്ങളൊക്കെ ആയിട്ട് ടെൻറ്റുകളൊക്കെ അടിച്ച് കഴിയുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മഴ കാരണം വല്ല പ്രയാസവും ശല്യവും ബുദ്ധിമുട്ടും ഉണ്ടാവുകയാണെങ്കിൽ, ഔ കുന്തും മർളാ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗാവസ്ഥ, നിങ്ങളുടെ കൂട്ടത്തിൽ രോഗബാധിതരായ ആരെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ, ആ സന്ദർഭത്തിൽ അത്തരം പ്രയാസവേളകളിൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്തിന്? അന്തലഉ അസ്ലിഹതകും. നിങ്ങൾ നിങ്ങളുടെ ആയുധങ്ങളൊക്കെ താഴെ വെച്ച് നിങ്ങളുടെ സൗകര്യങ്ങൾ എടുക്കുന്നതിന് എന്തില്ല? വിരോധമില്ല. കാരണം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. നമുക്ക് എത്ര കഴിയോ അത്ര നമ്മൾ ചെയ്യുക ആ വിഷയത്തിൽ എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ സൗകര്യാനുസരണം ചെയ്യാം, അതിന് നിങ്ങൾക്ക് കുറ്റമില്ല എന്ന് പറയാം. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്തു വേണം? വഖുദൂ ഹിദ്റക്കും. നിങ്ങൾ എല്ലാവിധ സന്നാഹങ്ങളും നിങ്ങൾ കരുതണം എന്നാണ്. ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ അലസത കാണിക്കരുത്, ഉദാസീനത നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്നാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ നമ്മുടെ സുരക്ഷയ്ക്ക് നമ്മൾ തന്നെ എന്തൊക്കെ ചെയ്യണം? നമ്മുടെ സുരക്ഷയൊരുക്കാൻ ആദ്യം ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണ്. നമ്മുടെ സുരക്ഷിതത്വത്തിന്, അത് നമ്മുടെ കുടുംബത്തിൻ്റെ സുരക്ഷിതത്വത്തിന്, നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം അത് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിൽ ബരമേൽപ്പിക്കുക എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു ഉണർത്തുന്നത്. ഇന്നല്ലാഹ അഅദ്ദ ലിൽ കാഫിരീൻ. നിശ്ചയമായും അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നു അദാബൻ മുഹീന. അവൻ വളരെ അപമാനകരമായ ശിക്ഷയാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. മുഹീൻ എന്ന് പറഞ്ഞാൽ എന്താ? അപമാനകരമായ ശിക്ഷയാണ് സത്യനിഷേധികൾക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇങ്ങനെ യുദ്ധസന്ദർഭത്തിൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ നമസ്കാരത്തിൻ്റെ വിവിധങ്ങളായ റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ നമുക്ക് വായിക്കാനും പഠിക്കാനും കഴിയും. പ്രവാചകൻ്റെ യാത്രാവേളയിലുള്ള നമസ്കാരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നോക്കൂ, നിസ്കാരം കഴിഞ്ഞാലോ കേട്ടോ, നിസ്കാരം കഴിഞ്ഞാൽ വേഗം സലാം കൂട്ടി ഓടണം എന്നാ ഖുർആൻ്റെ ആയത്ത് അവിടെ നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. നിസ്കാരം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഫഇദാ ഖളൈതുമുസ്സലാ, നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെന്ത് വേണം? ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിക്കും. നിങ്ങൾ ഇരുന്നു കൊണ്ട്, നിന്നുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അലാ ജുനൂബിക്കും എന്ന് പറഞ്ഞാൽ എന്താ? കിടന്നുകൊണ്ട്. ഓക്കെ, നിസ്കാരം കഴിഞ്ഞാലും പിന്നെ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഓർക്കണം. നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിനെ ഓർക്കൽ തന്നെയാണ്. അഖിമിസ്സലാത്ത ലിദിക്രി,
നിസ്കാരം തക്ബീറത്തുൽ ഇഹ്റാം മുതൽ തസ്ലീം സലാം വീട്ടുന്നത് വരെ എന്തുതന്നെയാണ് അതിലുള്ളത്? ദിക്ർ തന്നെയാണ്. അപ്പോൾ നിസ്കാരത്തിന് ശേഷമുള്ളത് സുന്നത്തല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പോവുകയാണ്. ഇത് പഠിച്ചോ, നിസ്കാരം കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹിനെ ഓർക്കണം. കേട്ടോ, അത് പള്ളിയിൽ നിന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൻ്റെ ഉടനെ തന്നെ നിർവഹിച്ച ദിക്റുകൾ എന്താണെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതായാലും പള്ളിയിൽ വരുമ്പോൾ എന്ത് ചെയ്യണം? ഫർളായ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ദിക്റുകളും പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് സുന്നത്തായ നിസ്കാരം കൂടി നിർവഹിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പുറപ്പെടേണ്ടത്. നിസ്കാരം കഴിഞ്ഞാൽ റസൂലിനെ പഠിപ്പിച്ച് എന്താണ്? സലാം വീട്ടിക്കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് എത്ര തവണ? 3 തവണ. അതിൽ പിന്നെ നേരമുണ്ടെങ്കിൽ 13 തവണയാക്കിയാലോ? അസ്തഗ്ഫിറുല്ലാഹ് പാടില്ല. എണ്ണം പറഞ്ഞ് പഠിപ്പിച്ച ദിക്റുകൾ ആ എണ്ണത്തിൽ തന്നെ പരിമിതപ്പെടുത്തണം. അതിൽ കൂടാനും പറ്റൂല, കുറയാനും പറ്റൂല. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. പിന്നെന്താ ചൊല്ലൽ നമ്മൾ? അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം. അല്ലാഹുവേ നീയാണ് രക്ഷ, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് സമാധാനം, നിന്നിൽ നിന്നാണ് രക്ഷ. തബാറക്ത നീ പരമ പരിശുദ്ധനായിരിക്കുന്നു. യാ ദൽ ജലാലി വൽ ഇക്റാം എല്ലാവിധ ആദരവും മഹത്വവും ഉടയവനായ അല്ലാഹുവേ. തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നൽകിയതിനെ തടയാൻ ആരുമില്ല, ഒരു ശക്തിക്കും സാധ്യമല്ല. വലാ മുഅ്തിയ ലിമാ മനഅ്ത ഞങ്ങളുടെ ജീവിതത്തിൽ നീ വേണ്ടെന്ന് വെച്ചതിന് നൽകാനും ഒരുത്തനും ഇല്ല. അള്ളാഹ് നൽകാൻ വിചാരിച്ചതിനെ തടയാനും ആർക്ക് കഴിയില്ല. അള്ളാഹ് തരേണ്ടതില്ലെന്ന് വിചാരിച്ചതിന് നൽകാൻ ഒരുത്തനും കഴിയില്ല. വലാ യൻഫഉ ദൽ ജദ് ഒരു ഔദാര്യവാൻ്റെ ഔദാര്യവും ഞങ്ങൾക്ക് ഉപകാരപ്പെടുകയില്ല. മിൻകൽ ജദ് എല്ലാ ഔദാര്യവും നിന്നിൽ നിന്നാണ് റബ്ബേ. ഇതാണ് പ്രാർത്ഥന. ഇത് ശരിക്കും അള്ളാഹുവിൽ സർവസ്വം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒരു വിശ്വാസിയുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ കരുത്തും ശക്തിയും ഊർജവും തൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉശിരും അവന് പകർന്നു കൊടുക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ദിക്റാണ്. അതിൻ്റെ ആശയം അറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നോക്കൂ, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് എന്ത് ചെയ്യുക? അതിന് ഇനിയും ഇതിന് കൂടെ വേറെയും കുറേ ദിക്റുകളുണ്ട് സഹിഹായി വന്നിട്ടുള്ളതാണ്. പിന്നെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? സുബ്ഹാനല്ലാഹ് എത്ര തവണ? 33 തവണ. അൽഹംദുലില്ലാഹ് 33. അല്ലാഹു അക്ബർ 33. എത്രയായി? 99 ആയി. 100 തകക്കാൻ എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ദിക്ർ ചൊല്ലാൻ എത്ര മിനിറ്റ് വേണം എന്നാലോചിച്ച് നോക്കി. ഇത്രയും ദിക്റുകൾ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തുന്ന, ഇതിനും കൂടി നമുക്ക് എന്തെയില്ല, സമയമില്ലാതെ നമ്മൾ ഓടുകയാണ്. എങ്ങോട്ടാ മനുഷ്യന്മാരെ ഈ ഓടുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഏറ്റവും കൂടുതൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം എന്താ? ഏറ്റവും കൂടുതൽ നിങ്ങൾ ഖുർആൻ ഓതണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിസ്കാരത്തിൽ ഖുർആൻ ഓതനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ എന്നാണ് പറയുന്നത്. ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് സാധ്യമാകുന്നത്ര എളുപ്പമുള്ളതത്ര നിങ്ങൾ ഓതിക്കോളൂ എന്നാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ സ്വതക്ക കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സക്കാത്ത് കൂടുതൽ കൊടുത്തോളി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ഒരു കണക്കനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. എല്ലാ ദിവസവും നോൽമ്പ് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതും എൻ്റെ കണക്കനുസരിച്ച് സുന്നത്തായ നോമ്പുകൾ ഫർള് ഏതായാലും മുഴുവൻ നിൽക്കണം. ധാരാളമായി നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
കസീർ എന്ന വിശേഷണത്തോടുകൂടി നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ? നിങ്ങൾ പറയും. യാ അയ്യുഹല്ലദീന ആമനു ദ്കുറുല്ലാഹ ദിക്റൻ കസീറാ. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുവിൻ, സ്മരിക്കുവിൻ, ദിക്ർ ചൊല്ലുവിൻ തന്നെയാണ്. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവനെ പ്രത്യേകം എന്ത് ചെയ്യണം? പരിശുദ്ധപ്പെടുത്തണം. തസ്ബീഹ് ചൊല്ലണം എന്നാ. തസ്ബീഹ് ദിക്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണെന്ത്? തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. അത് രാവിലെയും വൈകുന്നേരവും നിങ്ങൾ ചൊല്ലണം. ഞാൻ ചോദിക്കട്ടെ, ഞാനടക്കമുള്ള നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കുറച്ച് ചെയ്യുന്ന സംഗതി എന്തായിരിക്കും? അതപ്പോൾ ഈ ദിക്ർ. അപ്പോൾ കൂട്ടണം, നമ്മൾ ശരിക്കും ദിക്ർ കൂട്ടണം. ദിക്ർ പഠിച്ചോ. നമുക്ക് ചെയ്യാത്തൊരു കാര്യം അധികം ചെയ്യാൻ പറയോ? ഇല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ആർക്കെന്നെ അറിയാം? അള്ളാഹുവിനെ അറിയാം. പിന്നെ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ മനസ്സ് വെക്കണം, ചെയ്യണം. വെറുതെ ഇരിക്കുന്ന സന്ദർഭത്തിൽ എന്ത് ചെയ്യാം? ദിക്ർ ചെല്ലാം. നീ ഒരു പണി ചെയ്യുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്ത്? ദിക്ർ. ഡ്രൈവ് ചെയ്യുന്നില്ലേ നമ്മൾ? അല്ലേ? ഡ്രൈവ് ചെയ്യുമ്പോൾ ദിക്ർ ചൊല്ലിക്കൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഡ്രൈവ് ചെയ്യുമ്പോൾ വേറെ സംഗതികൾ കേൾക്കുന്നൊക്കെ അല്ലേ? അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ദിക്ർ ചൊല്ലാം. ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് ഡ്രൈവിങ്ങിലുള്ള കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുമോ? ഡ്രൈവർമാരാ പറയേണ്ടത്. ഉണ്ടോ? ഇല്ല. വേറൊരു കാര്യം ചെയ്യുമ്പോൾ കൂടി നമുക്ക് ചെയ്യാൻ പറ്റാവുന്നൊരു സംഗതി എന്താണ്? യാത്ര ചെയ്യുകയാണെങ്കിൽ, നമ്മൾ യാത്രക്കാരനാവുകയാണെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം, ദിക്ർ ചൊല്ലുകയും ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങൾ, ദിക്റിൻ്റെ കാര്യം നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. ദിക്റിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമേറിയതാണെന്ത്? തസ്ബീഹ്. നമ്മളിങ്ങനെ പറയും നമുക്ക് എന്തെങ്കിലുമൊക്കെ. അതുകൊണ്ടാണ് ഈ ദിക്റുകൾ നിങ്ങൾ വർദ്ധിപ്പിച്ചാൽ, ദിക്റിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? അള്ളാഹുവിനെ നമ്മൾ ഓർക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നു പഠിച്ചോൻ നമ്മളെ മറക്കരുത്, നമ്മുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ പഠിച്ചോനുണ്ടാകണം, അള്ളാഹുവിൻ്റെ റഹ്മത്തും ബർക്കത്തും ഒക്കെ നമ്മൾ ജീവിതത്തിൽ ഉണ്ടാകണം. അപ്പോൾ അള്ളാഹ് നമ്മളെ ശ്രദ്ധിക്കാനും അള്ളാഹ് നമ്മളെ ഓർക്കാനും നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹിനെയും ഓർക്കണം. അതാ റസൂൽ പറഞ്ഞത്, അന ഇൻദ ദന്നി അബ്ദി ബി. ഞാൻ എൻ്റെ അടിമയോടെടുക്കുന്ന എൻ്റെ സമീപനം അവൻ എന്നെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് അതിനനുസരിച്ചാണെന്ന്. അന ഇൻദ ദന്നി അബ്ദി ബി. എൻ്റെ അടിമ എന്നെക്കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതേപോലെയുള്ള വിചാരമായിരിക്കും അവനെക്കുറിച്ച് എനിക്കും. അങ്ങനെ തന്നെയല്ല ഉണ്ടാണ്ട് അല്ലേ? അതല്ല എൻ്റെ നീതി. നമ്മൾ അതെ, നിങ്ങൾ എന്നെ ഓർക്കും. വദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും. വഷ്കുറൂലി, നിങ്ങൾ എനിക്ക് നന്ദി കാണിക്കണം. വല തക്ഫുറൂൻ, നിങ്ങൾ ഒരിക്കലും എന്നോട് നന്ദി കാണിക്കരുത് എന്ന് പറയും. അന ഇന്ദ ദന്നി അബ്ദി ബി. നന്ദി കേട് കാണിക്കരുത്. ഇദാ ദക്കറനി ഫീ നഫ്സിഹി, എൻ്റെ അടിമ അവൻ്റെ മനസ്സിൽ എന്നെ ഓർത്താൽ ദക്കർതുഹു ഫീ നഫ്സി, എൻ്റെ മനസ്സിൽ അവനെ ഞാൻ ഓർക്കും. അപ്പോൾ നമ്മൾ അള്ളാഹിനെ ഓർത്ത് ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹ് ആരും ഓർക്കുന്നുണ്ട്? നമ്മൾ ഓർക്കുന്നുണ്ട്. ഒരു സദസ്സിൽ വെച്ച് എൻ്റെ അടിമ എന്നെ ഓർക്കുകയാണെങ്കിൽ അവരെന്നെ ഓർക്കുന്ന സദസ്സിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു സദസ്സിൽ വെച്ച് ഞാൻ ആരെ ഓർക്കും? എൻ്റെ അടിമയെ ഓർക്കും. അള്ളാഹ് പറയാണ്, നേരിട്ട് ഖുദ്സിയ ഹദീസാണ്. അപ്പോൾ ഈ ഓർമ്മ ഏതുമായി ബന്ധപ്പെട്ടാണ്? മനസ്സുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ കൂടുതൽ ഭക്തിസാന്ദ്രമാക്കാൻ, നമുക്ക് ജീവിതത്തിൽ ആത്മീയ നിർവൃതിയിലേക്ക് ഉയർന്നു പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ദിക്റുകൾ എന്ത് ചെയ്യണം? നമ്മൾ വർദ്ധിപ്പിക്കണം. അത് ഓരോരുത്തർക്കും വ്യക്തിഗതമായി തന്നെ ചെയ്യാൻ പറ്റാവുന്ന, വ്യക്തിഗതമായാണ് ചെയ്യേണ്ടത്. ദിക്ർ ഹൽക്ക സംഘടിപ്പിക്കണതിന്, ദിക്ർ സമ്മേളനം നടത്തണതിന് ഓരോരുത്തരും സ്വന്തം എന്ത് ചെയ്യണം? തങ്ങളുടെ ഏകാഗ്രമായ മനസ്സോടുകൂടി നിർവഹിക്കേണ്ട ഒരു സംഗതിയാണ് നിസ്കാരത്തിന് ശേഷം. ഇപ്പം ഹജ്ജ് നോക്കൂ നിങ്ങൾ.
കൃത്യമായ 6 ദിവസം അള്ളാഹു പ്രോഗ്രാം ചെയ്ത പരിപാടികളാണുള്ളത്. അതിലോരോ കർമ്മങ്ങളിലും വ്യത്യസ്തമായ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് നമ്മൾ ആരെ ഓർക്കുകയാണ്? അള്ളാഹുവിനെ ഓർക്കുകയാണ്. ഹജ്ജും കഴിഞ്ഞാലും ഫ്രീ ആയി, ഇനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ ഷോപ്പിംഗ് അടുത്ത നാട്ടിലേക്ക് പോകണം കേട്ടോ. അതാ പഠിച്ചവൻ പറയുന്നത് എന്താണോ? ഇത് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഓർക്കണം. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا. ഇനി ഹജ്ജിന്റെ മനാസിക്കുകളൊക്കെ നിങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഫൈദാ ഖളൈതും മനാസിക്കക്കും പിന്നെന്ത് വേണം? ഫദ്കുറുല്ലാഹ, അല്ലാഹുവിനെ ഓർക്കണം. കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റാ, നിങ്ങളുടെ പിതാമഹന്മാരെ പ്രപിതാമഹന്മാരൊക്കെ നിങ്ങൾ പറഞ്ഞു, ഓല കാര്യങ്ങളൊക്കെ പറഞ്ഞു, അവരെ ഓർക്കില്ലേ? അതിനേക്കാൾ നിങ്ങൾ കൂടുതൽ ഓർക്കാൻ അർഹനാരാണ്? അള്ളാഹുവാണ്. അവരെ നിങ്ങൾ ഓർക്കണം. ഒരു ഇബാദത്ത് കഴിഞ്ഞാലും പിന്നെ ഈ സംഗതി തന്നെയാണ് പഠിച്ചവൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിസ്കാരാനന്തരമുള്ള ദിക്ർ അത്ര ചെറുതായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയല്ല. അപ്പോൾ ജുമുഅയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അവിടെ എന്താ പറയുന്നത്? ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ്, നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങളുടെ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഭൂമിയിലൂടെ ഫന്തശിറൂ, ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുവിൻ. പിന്നെന്താ? ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വദ്കുറുല്ലാഹ കസീറാ ലഅല്ലക്കും തുഫ്ലിഹൂൻ. ധാരാളമായി പിന്നെ പഠിച്ചോനെ ഓർക്കണം നിങ്ങൾ. കാരണം പഠിച്ചോനെ മറക്കാനുള്ള ഫീൽഡിലേക്കാണ് പിന്നെ നിങ്ങൾ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. ആ കാര്യം കൂടി ഇനി സാധാരണ പറയാറുണ്ട്, അള്ളാഹിനെ ഓർക്കുക എന്ന് പറയുമ്പോൾ നിസ്കരിക്കൊന്നും വേണ്ട കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ടും പിന്നെ അല്ലാതെ തന്നെ അള്ളാഹിനെ ഇങ്ങനെ ഓർത്താൽ മതി എന്നുള്ളതല്ല. നമസ്കാരം തന്നെ ദിക്റാണ്. അതിന് ശേഷവും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നാണ് ഈ ആയത്തിലൂടെ. നോക്കൂ, ഫൈദാ ഖളൈതുമുസ് സ്വലാ ഫദ്കുറുല്ലാഹ ഖിയാമൻ വഖുഊദ, നിന്നുകൊണ്ട് ഇരുന്നുകൊണ്ട്, വാലാ ജുനൂബിക്കും, നിങ്ങളുടെ ഭാഗങ്ങളിലായി പാർശ്വങ്ങളിലായി എന്ന് പറയാൻ നിങ്ങൾക്ക് വിശ്രമിക്കാം, ഒന്ന് ചാരിയിരിക്കാം, ഒന്ന് കിടക്കൊക്കെ ചെയ്യാം എന്ന്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ദിക്ർ ചെയ്യാം എന്നാണ്. ഫൈദത്തുമഅ്നൻതും, ഇനി നിങ്ങളുടെ ഭീതിയും പേടിയും യുദ്ധസാഹചര്യവും ഒക്കെ ഇല്ലാതായി സമാധാനാവസ്ഥയിലായാൽ, നിങ്ങൾ സമാധാനാവസ്ഥയിലായാൽ ഫഅഖീമുസ്സലാ, അപ്പം നിങ്ങൾ മുറപ്രകാരം നമസ്കാരം നിർവഹിക്കണം. അപ്പോൾ അതിൽ ചുരുക്കാനൊന്നും പാടില്ല പിന്നെ കേട്ടോ. പക്ഷെ ജമ്മു ചെയ്യാം, നമുക്ക് എന്താക്കാം? ജമ്മു ചെയ്യുന്നതിന് വിരോധമല്ല. യാത്രക്കാരനല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ വച്ചാണെങ്കിലും നമസ്കാരത്തെ ജമ്മു ചെയ്യുന്നതിന് വിരോധമില്ല. റസൂൽ അത് അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ, യാത്രയൊന്നുമല്ല, നാട്ടിൽ തന്നെയാണ്, എന്ത് ചെയ്യാം? ളുഹറും അസ്റും നമുക്ക് ജമ്മാക്കാം, മഗ്രിബും ഇശാവും ജമ്മാക്കാം. ചില ആൾക്കാർ സുബയും ളുഹറും ജമ്മാക്കുന്നുണ്ട് കേട്ടോ. സുബയും ളുഹറും ജമ്മാ, ആ പരിപാടിയില്ല. ജമ്മ ഇത് രണ്ടേ പറ്റുമോ? ളുഹറും അസ്റും മഗ്രിബും ഇശാവും അങ്ങനെ ജമ്മാക്കുന്നതിന് വിരോധം. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മഴ പേടിച്ചാൽ അവരെന്ത് ചെയ്തിരുന്നു? ജമ്മാക്കിയിരുന്നൊരു ഉദറുണ്ട്. അപ്പോൾ മഗ്രിബിന് ഇനി മഴ വരുന്നുണ്ട് എന്ന് കാണുകയാണെങ്കിൽ മഗ്രിബിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യും? ഇശാ നമസ്കരിക്കും. 3 റക്അത്തിൻ്റെ കൂടെ തന്നെ 4 റക്അത്ത് കൂടി നമസ്കരിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമ്മാക്കുമായിരുന്നു. നമുക്കങ്ങനെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ളുഹറും അസ്റും ജമ്മാക്കുന്നതിന് വിരോധമില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദുൻ നബവിയിലിരുന്ന് ഇതേപോലെ ജമ്മാക്കി നമസ്കരിച്ചതിന് ശേഷം ഇരിക്കുന്ന സന്ദർഭത്തിൽ സഹാബത്ത് ചോദിച്ചു, എന്തിനാ നബിയെ നിങ്ങൾ ജമ്മാക്കിയത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണോ, ഇങ്ങനെ ജമ്മാക്കി നമസ്കരിക്കാം, ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഒരു കാരണവുമില്ല.
അപ്പോൾ ജമ്മു ചെയ്യുന്നതിന് വിരോധമില്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്, ഇങ്ങനെ ജമ്മാക്കിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നാട്ടിലായിരിക്കുമ്പോൾ എന്താ പാടില്ല, ഖസ്ർ നമസ്കരിക്കാൻ പാടില്ല. ഫഖീമുസ്സലാ, നിങ്ങൾ സമാധാനാവസ്ഥയിൽ സാധാരണ നാട്ടിൽ കഴിഞ്ഞു കൂടുന്ന സാഹചര്യമാണ് എങ്കിൽ നമസ്കാരം നിങ്ങൾ മുറപ്രകാരം തന്നെ അനുഷ്ഠിക്കണം. അപ്പോൾ നാട്ടിലായിരിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠം എന്ത് തന്നെയാണ്, കൃത്യമായി നമ്മൾ ജമാഅത്തിന് പങ്കെടുക്കണം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് എന്താണ് എന്ന് റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ അമൽ എന്താണ്, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹ്, അതാ ചോദിച്ചത്. അസ്വലാത്തു അലാ വഖ്തിഹാ, നിസ്കാരം കൃത്യമായി ടൈം പാലിച്ചുകൊണ്ട് നിരീണം നിസ്കരിക്കണം. അപ്പോൾ കൃത്യമായി 5 നേരം ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ കൃത്യനിഷ്ഠ, ജീവിതത്തിലുള്ള അടുക്കും ചിട്ടയും കൃത്യമായി അയാൾക്ക് പാലിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വേറെല്ലാ കാര്യവും നിസ്കാരത്തിൽ അയാൾ ക്ലിയറാണോ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ക്ലിയറായി ചെയ്യാൻ അയാൾക്ക് സാധിക്കും. ശരിക്ക് നമുക്ക് നൽകുന്ന ഒരു വലിയ തർബിയത്ത് തന്നെയാണ് നിസ്കാരത്തിലൂടെ. അപ്പോൾ കഴിയുന്നത് എന്ത് ചെയ്യണം, കഴിയുന്നതല്ല, നമ്മുടെ മേൽ നിർബന്ധമായൊരു സംഗതിയാണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ, നിശ്ചയമായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധമായൊരു ബാധ്യതയാണ്. കിതാബ് മൗഖൂത്ത്, കിതാബ് എന്ന് പറയാൻ എന്താ, കുത്തിബ അലൈക്കും എന്ന് പറയാൻ എന്താ, നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കിതാബൻ മൗഖൂത്ത, സമയം നിർണയിക്കപ്പെട്ടിട്ടുള്ള നിർബന്ധ ബാധ്യതയാണെന്ത്, നിസ്കാരം. അത് ഓരോന്നും അതിൻ്റെ വക്തിന് തന്നെ. അപ്പോൾ സുബൈക്ക് അതിൻ്റെ വക്തിന് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ജമാഅത്തായിട്ട് തന്നെ പങ്കെടുത്തുകൊണ്ട് സുബഹി നമസ്കാരം, എല്ലാ നമസ്കാരങ്ങളും അങ്ങനെ തന്നെ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയണമെന്നാണ്. നമസ്കാരത്തിലൂടെയാണ് അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരായി തീരാൻ നമുക്ക് കഴിയുക. അള്ളാഹ് നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമലെന്താണ്, നമസ്കാരമാണ്. അപ്പം അള്ളാഹ്ക്ക് കൊടുക്കേണ്ട, നമ്മുടെ നിന്ന് അള്ളാഹ്ക്ക് കിട്ടേണ്ട ഒരു ഹക്കാണെന്ത്, നിസ്കാരം. പടച്ചോനോടുള്ള ഹക്ക് വീട്ടിയിട്ടാണ് വേറെല്ലോരോടുള്ള ഹക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വീട്ടേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ആ ഇബാദത്തും ആ പ്രവർത്തനവുമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഓരോ ദിവസവും എടുത്ത് നമ്മളിങ്ങനെ ശരിക്കൊന്ന് പരിശോധിച്ചു നോക്കുക, ഇന്ന് ഞാൻ ചെയ്ത അമലുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ ഏതാണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒന്നാമതായി വരേണ്ട എന്താണ്, നിസ്കാരമാണ്. അപ്പോൾ ഇന്ന് എൻ്റെ എല്ലാ നമസ്കാരവും അതിൻ്റെ വക്തിന് കൃത്യമായി അനുഷ്ഠിക്കാൻ നമുക്ക് കഴിഞ്ഞോ എന്ന് നമ്മൾ നോക്കണം. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിത്തീരുന്നത്. ഖുർആൻ ആരംഭിക്കുന്നതിനെ നോക്കൂ, ബഖറ അലിഫ് ലാം മീം, പിന്നെന്താ, ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് സന്മാർഗമാകുന്നു ഈ ഖുർആൻ. പിന്നെ പറയുന്ന ആദ്യത്തെ കാര്യം എന്താ പറഞ്ഞു നോക്കൂ, പിന്നെന്താ പറയുന്നത്, അല്ലദീന യുഖീമൂനസ്സലാ, അവർ നമസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കുന്നവരാണ്. അപ്പോൾ തഖ്വ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താനും തഖ്വാബോധം നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും കൂടെ ഉണ്ടാകുവാനും വേണ്ടി നമ്മൾ നിർവഹിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ ആരാധനയാണിത്. അതിൻ്റെ കൂടെ അതിൽ നമ്മൾ വീഴ്ച വരുത്താൻ പാടില്ല. അതിനെ സംബന്ധിച്ചൊരു ആലസ്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്താ പറയുന്നത്, യുഖീമൂന സ്വലാ വയുതൂന സക്കാ, നിസ്കാരം കൊടുക്കുക. ഇഖാമത്തു സ്വലാത്ത് എന്നുള്ളത് നമുക്ക് നമ്മുടെ റബ്ബിന് കൊടുക്കേണ്ട ഹക്കാണ് എങ്കിൽ, പടച്ചോന് കൊടുക്കേണ്ട ഹക്കാണ് എങ്കിൽ, സക്കാത്ത് എന്നുള്ളത് ആർക്ക് കൊടുക്കേണ്ട ഹക്കാണ്, പടപ്പുകൾക്ക് കൊടുക്കേണ്ട ഹക്കാണ്. പടച്ചോനോടും പടപ്പുകളോടുമുള്ള നമ്മുടെ ബാധ്യതകൾ നിർവഹിച്ച് തീർക്കലാകുന്നു ജീവിതം. ആദ്യത്തെ കാര്യത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ കൃത്യമായി നമസ്കാരം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ഭക്തി ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട്
അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായി കഴിഞ്ഞുകൂടാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന വീഴ്ചകളും തെറ്റുകളും ഞങ്ങളോട് നീ പൊറുക്കേണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും മഗ്ഫിറത്തും റഹമത്തും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണമേ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.